ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് എൻ്റെ മോനെ എന്താ പറയേണ്ടത്, മാസ് നല്ല മരണ മാസ്. ഇന്നിപ്പോൾ എന്താണ് എല്ലായിടത്തും വിജയ് 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 വിജയ്, വിജയിൻ്റെ പാട്ടുകൾ, വിജയിൻ്റെ റീലുകൾ. ഇത് റീലാണോ അതോ റിയലാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ്. പക്ഷെ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി കാര്യമായിട്ട് ഒന്നും അറിയില്ല. അങ്ങനെ ഒരു മോദിജി ഫാനാണ്, അതല്ലാതെ വേറൊരു പാർട്ടി ബേസ്ഡ് ആയിട്ട് എനിക്കൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എന്തോ ഭയങ്കരമായ സന്തോഷം തോന്നുന്നു. വിജയിൻ്റെ ആ സത്യപ്രതിജ്ഞ, ആ ഒരു പ്രസംഗം കേട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫിലിമാണോ എന്താണെന്ന് മനസ്സിലാവാത്ത ആ ഒരു വിജയിനെ പറ്റിയാണെങ്കിലും എന്താ പറയുക, ഭയങ്കര സുന്ദരനോ അങ്ങനെ ഭയങ്കര ആക്ടറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വിജയൻ്റെ ഫിലിംസ് എനിക്ക് ഇഷ്ടമാണ് കാണാൻ, നല്ല എൻ്റർടൈനിങ് ആണ്, നല്ല ഡാൻസറാണ്. പക്ഷേ എന്താ പറയുക, അല്ലാതെ പൊതുവേദികളിൽ അദ്ദേഹം വരുന്ന സംഭവങ്ങളും ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സിമ്പതിനെക്കാട്ടും കൂടുതൽ എമ്പതി മനസ്സിൽ വെച്ചിട്ട് എംപത്തറ്റിക് ആയിട്ട് ആൾക്കാരോട് അപ്രോച്ചുള്ളൊരു മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തമിഴ്നാടിൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഫ്യൂച്ചറിലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തതുപോലെയും അദ്ദേഹത്തിൻ്റെ ഡ്രീമിലുള്ളതുപോലെയും തമിഴ്നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നും, പിന്നെ കേരളത്തിലേക്കും ഇതിൻ്റെ റൂട്ടുകൾ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു നല്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു പാർട്ടി പ്രവർത്തനങ്ങളാണെങ്കിൽ കേരളത്തിലും വരണം എന്ന് ശരിക്കും മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ശരിക്കും എനിക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ പല പാർട്ടി BJP, കോൺഗ്രസ്, CPM എന്നും പറഞ്ഞിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് കേട്ടോ, ഞാൻ പഴയ തലമുറേൻ്റെത് പറയുന്നില്ല, നമ്മുടെ ഈ ഒരു തലമുറയിലുള്ള പലരുടെ ഒരു 90% ആൾക്കാരുടെ സ്റ്റാറ്റസുകളും ഇതാണ്. അതായത് പാർട്ടി എന്നുള്ള ആ ഒരു വേർതിരിവ് വയ്ക്കാതെ നല്ലൊരു സമൂഹത്തിനെ മനസ്സിൽ കാണുന്ന ഒരു തലമുറ ഇപ്പം ആയി വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, താഴേക്കടലിലെ ആൾക്കാരെ മുകളിലോട്ട് കൊണ്ടുവരാനും കറക്റ്റായിട്ടുള്ളൊരു ജനാധിപത്യം സ്വപ്നം കാണുന്ന ഒരു തലമുറയാണ് ഇപ്പം നമുക്കുള്ളത്. കേരളത്തിലേക്കും വേഗം വരട്ടെ എന്നും പറഞ്ഞ് എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.